Hey guys, Sri here. Galaxy F55 5G. സാംസങ്ങിൻ്റെ മിഡ് റേഞ്ച് ഓഫറിങ് എന്താ ഡെയിലി നമുക്ക് നോക്കുമ്പോൾ കോമ്പറ്റീഷൻ റിയൽമി, ഷവോമി, വിവോ ഇവരുടെ എല്ലാവരും സ്ട്രോങ് ബേസ് മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പിനകത്താണ്. ഇതിനകത്ത് അവരുടെ മിഡ് റേഞ്ച് ഓഫറിങ് കിടിലമാണോ? നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. സാംസങ്ങിൻ്റെ F55 5Gയുടെ ഡിസൈൻ തന്നെ ഇവിടെ ഏറ്റവും ബാക്കിയുള്ള ഡിഫറൻ്റ് ആവുന്നത് അവരുടെ ലെതർ ഫിനിഷും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് എസ്തെറ്റിക്കലി ഭയങ്കര പ്ലീസിംഗ് ആണ്. നോട്ട് വർത്തി പോയിന്റ്, ഇത് ഓൺലി 180 ഗ്രാംസേ വേ ചെയ്തുള്ളൂ. അതുകൊണ്ട് ഡേ ടു ഡേ പോക്കറ്റബിലിറ്റി, ക്യാരിയിങ്ങും യൂസർ ഫ്രണ്ട്ലിനെസ്സും ഒക്കെ ടോപ്പ് നോച്ചാണ്. പക്ഷേ എൻ്റെ കൺസേൺ ഇതിലൊന്നുമല്ല. ഫ്രണ്ടിൽ ടഫ് ആൻഡ് ഗ്ലാസ് ആണെന്നേ പറഞ്ഞുള്ളൂ, സൈഡിൽ പ്ലാസ്റ്റിക് റെയിൽസ്, അലുമിനിയം റെയിൽസ് ഇല്ല, ആൻഡ് ബാക്കിൽ ലെതർ ഫിനിഷാണ്. ലെതർ ഫിനിഷ് എന്ന് പറയുമ്പോൾ ടെക്സ്ചറി ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ഹീൽ ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ആസ് ഓഫ് റൈറ്റ് നൗ ലുക്കിംഗ് ഗുഡ് എന്ന് വെച്ചാൽ ഫോൺ കാണാൻ അടിപൊളിയാണ്. പക്ഷേ ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റിലേക്ക് വരുമ്പോഴാണ് എനിക്ക് കൺസേൺസ് ഉള്ളത്. ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റ് മെറ്റീരിയൽസ് എല്ലാം അനലൈസ് ചെയ്യുമ്പോൾ ഭയങ്കര കിടിലമൊന്നും തോന്നില്ല. പിന്നെ ഡിസൈനിൽ വേറൊരു കാര്യം പറയാനുള്ള ആ തിൻ ബെസൽസ്, അത്യാവശ്യം തിന്നായിട്ടുള്ള ബെസൽസ് ഈ ഒരു കോമ്പറ്റീഷനൊക്കെ അനാലിസിസ് ചെയ്യുമ്പോൾ, ആൻഡ് ആ ബെസലിൻ്റെ അകത്ത് നിങ്ങൾ ഡിസ്പ്ലേ സൂപ്പർ 120 ഹെർട്സ് സൂപ്പർ AMOLED 1000 നിറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള 392 ppi പിക്സൽ ഡെൻസിറ്റി ഉള്ള എന്താ പറയുക ഓൾമോസ്റ്റ് എല്ലാ സർട്ടിഫിക്കേഷൻസും ഉണ്ട്. പക്ഷേ നെറ്റ്ഫ്ലിക്സിനും അങ്ങനത്തെ കാര്യത്തിലൊന്നും HDR10+ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് എ റിയലി ഗുഡ് ഡിസ്പ്ലേ ടു വ്യൂ ആൻഡ് സീ തിങ്സ്. കാര്യങ്ങൾ കാണാനും ഗെയിം കളിക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും വീഡിയോ ഒക്കെ കാണാനും യൂട്യൂബ് കൺസ്യൂമിങ് എല്ലാം സൂപ്പർ ഡിസ്പ്ലേ. ആ ഡിസ്പ്ലേനെ എയ്ഡ് ചെയ്യുന്ന അതിൻ്റെ കിടിലമായ സ്പീക്കർ, സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ഈ കോമ്പറ്റീഷൻ ആൻഡ് ഈ പ്രൈസ് റേഞ്ചിനകത്തുള്ള എനിക്ക് പറയാൻ പറ്റും വൺ ഓഫ് ദി ബെസ്റ്റ് സ്പീക്കേഴ്സ്. അത്യാവശ്യം ലൗഡാണ്, ക്രിസ്പാണ്, ക്ലിയർ ആണ്. പക്ഷേ ബെസ്റ്റ് അല്ലാത്തതിൻ്റെ വൈബ്രേഷൻ എഞ്ചിനും ഹാപ്റ്റിക്സും. One UI 6.1 ഒരുപാട് വൈബ്രേഷൻസ് യൂസ് ചെയ്യുന്നു ത്രൂ ഔട്ട് ദ UI. ആപ്പ് സ്വിച്ചിങ്ങിനും ഹോം പഠിക്കും എല്ലാത്തിനും വൈബ്രേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് വൈബ്രേഷൻ മോട്ടർ ഇവിടെ കൊടുത്തേക്കുന്നത് അത്യാവശ്യം മോശമായിട്ടുള്ള ആവറേജ് ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് മനസ്സിലാവും ഒരു പ്രീമിയം ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് ഇതും കിട്ടത്തില്ല. ആ വൈബ്രേഷൻ എഞ്ചിൻ ഇച്ചിരി കൂടെ കൊള്ളായിരുന്നെങ്കിൽ കൊള്ളായിരിക്കും. ഓൾ അറൗണ്ട് മൾട്ടിമീഡിയ വ്യൂയിങ്, സിനിമ, അത്യാവശ്യം ഗെയിമിങ്ങും ഒക്കെ പറ്റുന്ന ഒരു കിഡിലും ഡിസ്പ്ലേ സ്പീക്കർ സെറ്റപ്പ് അതിനകത്തുള്ള. ഇനി നമുക്ക് ബാറ്ററി ലൈഫ് ആൻഡ് പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. ബാറ്ററി ലൈഫ് 5000 mAh ഉണ്ട്, ആൻഡ് 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡാണ്. നോട്ട് വർത്തി പോയിന്റ്, ചാർജർ ബോക്സിൽ വരത്തില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബാക്കിയുള്ള കോമ്പറ്റീഷൻ മിക്കതും കൊടുക്കുന്നുണ്ട്. സോ അവിടെ എനിക്കൊന്ന് സാംസങ്ങിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ കുറ്റം പറയാൻ പറ്റത്തില്ല, 1-1.5 ലക്ഷം രൂപ എടുത്ത ഫോണിനകത്ത് പോലും ഇപ്പോൾ ചാർജറില്ല. സോ ഹാൻഡ്സ് ഡൗൺ 6-6.5 മണിക്കൂറൊക്കെ സ്ക്രീൻ ഓൺ ടൈമേ കിട്ടുന്നുള്ളൂ. ഓൺലൈനിൽ ചില പറയുന്നത് 7-7 മണിക്കൂറൊക്കെ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഒന്നും നിങ്ങൾ വെക്കണ്ട. 6 to 6.5 hours, 6-6.5 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് യൂസേജ് ആണ്, സുഖമായിട്ട് കിട്ടും. അത്യാവശ്യം ഗെയിം കളിക്കും, അത്യാവശ്യം കോൾ എടുക്കണം, യൂട്യൂബ് കാണണം, വീഡിയോ കാണണം, മിക്സ്ഡ് യൂസേജ് ഒക്കെ ആണെങ്കിൽ 6 to 6 മണിക്കൂർ നിങ്ങൾ സുഖമായിട്ട് കിട്ടും. നിങ്ങൾ ഭയങ്കര ലൈറ്റ് യൂസറാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് 2 day പുഷ് ചെയ്യാം. പക്ഷേ എന്നാലും അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ഒന്നും ഈ ഫോണിനെ കുറിച്ച് വെക്കണ്ട. ബാറ്ററി ലൈഫ് ഇസ് ജസ്റ്റ് ഗുഡ്, അല്ലെ എബോവ് ആവറേജ് ആണ്. ഭയങ്കര ആ എക്സെപ്ഷണൽ റേഞ്ചിലൊന്നും ടച്ച് ചെയ്തില്ല. ആൻഡ് പെർഫോമൻസിനെ കുറിച്ച് പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഓൺലൈനിൽ ഒരുപാട് ഹെയ്റ്റ് ഉണ്ട് ഈ ഒരു ഫോൺ. ഒട്ടും വാല്യൂ ഫോർ മണി അല്ല, പെർഫോമൻസ് ഒക്കെ ജാമ്പുവിൻ്റെ കാലത്തെയാണ്. ഗൈസ് 7.1 Gen എന്ന് പറഞ്ഞ ചിപ്സെറ്റ് അറിയാം, പഴയൊരു ചിപ്സെറ്റ് ആണെങ്കിൽ കൂടി ഭയങ്കര മോശമായ ചിപ്സെറ്റ് ഒന്നും അല്ല. 4 nanometer ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി പുതിയൊരു ആർക്കിടെക്ചർ അതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അഡ്രീനോടെ 644 എന്ന് പറഞ്ഞ GPU വരുന്നുണ്ട്. അത് അത്യാവശ്യം കേപ്പബിൾ ആയിട്ടൊരു GPU ആണ് ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുമ്പോൾ. സോ ഓൾ ഇൻ ഓൾ എനിക്ക് പറയാനുള്ളത് പെർഫോമൻസ് ഒരു കോർപ്പറേറ്റ് സ്റ്റൈൽ ഓഫ് യൂസേജിന് വേണ്ടി അത് ഡിസൈൻ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഒരു പക്ക ഗെയിമറിനോ അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല, ഒരു കോർപ്പറേറ്റ് സ്റ്റൈലോ ഒരു പ്രൊഫഷണലിനോ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു സാംസങ് ഉപയോഗിക്കേണ്ട ആൾക്കൊരു പറ്റിയൊരു ഫോൺ. പക്ഷേ ഗെയിം കളിക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് PUBG ഒക്കെ 60 FPS കോൺസ്റ്റൻ്റ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ടും കളിക്കാൻ പറ്റും. റാമിൻ്റെയും സ്റ്റോറേജിൻ്റെയും കാര്യം പറയുമ്പോൾ 8 GB റാം ബേസ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ 128 256 ഉണ്ട്. മെമ്മറി കാർഡും ഹൈബ്രിഡ് സ്ലോട്ടാണ് എന്ന് പറഞ്ഞാൽ ഈതർ യു ക്യാൻ നിങ്ങൾക്ക് 2 സിം ഇടാം, അല്ലെങ്കിൽ ഒരു സിം ഒരു മെമ്മറി കാർഡും ഇടാം. പക്ഷേ അവിടെ ഹീറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വരുന്നുണ്ട്. ബാക്കിൽ ലെതർ ഫിനിഷ് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഡെസിപ്പിയേഷൻ ഗ്ലാസിൻ്റെ കണക്കോ പ്ലാസ്റ്റിക്കിൻ്റെ കണക്കോ മെറ്റലിൻ്റെ കണക്കോ അത്രയ്ക്ക് കിടിലുമല്ല. അതുകൊണ്ട് ഹീറ്റ് പോകാൻ സമയമെടുക്കും. പക്ഷേ ഭയങ്കരമായി ചെയ്യുന്ന ഹീറ്റ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫോൺ പുഷ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. എനിക്ക് ഇച്ചിരി നേരം ക്യാമറ 4K വീഡിയോ ഒക്കെ എടുത്തപ്പം ഫോൺ ഭയങ്കരമായിട്ട് ഹീറ്റായി. പക്ഷേ അതിലും വലിയ ഹീറ്റിംഗ് എനിക്ക് ഫ്രണ്ടിൽ ഡിസ്പ്ലേ പാനല്ല.
നിങ്ങൾ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ട് ഒരുപാട് നേരം ഉപയോഗിക്കുമ്പോൾ ഡിസ്പ്ലേ പാനൽ ഭയങ്കരമായിട്ട് ചൂടാവും. അത് ഒരു ഇറിറ്റേറ്റബിൾ സെൻസേഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓൾ അറൗണ്ട് എനിക്ക് പറയാനുള്ള പെർഫോമൻസസ് ആവറേജ് ആൻഡ് അഡിക്വേറ്റ്. നിങ്ങളൊരു എക്സ്ട്രീം ഗെയിമർ അങ്ങനത്തെ ആൾക്കാർക്കൊന്നും ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷേ കാഷ്വലി ഇടയ്ക്കിടയ്ക്ക് ഗെയിം കളിക്കും. ഈ ഫോൺ ഇൻറ്റൻറ്റ് ചെയ്തേക്കുന്ന, ഡിസൈൻ ചെയ്തേക്കുന്ന, ഈ ചിപ്സെറ്റ് കൊടുത്തേക്കുന്ന ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന് വേണ്ടിയാണ്. അങ്ങനത്തെ മൊബൈൽ ബ്രൗസിങ്, കോളിങ്, ബ്ലൂടൂത്ത്, സിനിമ കാണണം, അങ്ങനത്തെ പരിപാടിക്കൊക്കെ ഇത് ഓക്കെ ചിപ്സെറ്റ് തന്നെയാണ്. സോ പെർഫോമൻസ് വൈസ് എനിക്ക് അതാ പറയാനുള്ളത്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഇതിൻ്റെ ക്യാമറയെ കുറിച്ചാണ്. ഗൈസ്, എനിക്ക് ഏറ്റവും ഇംപ്രസീവ് ആയ സ്റ്റാൻഡ് പോയിന്റ് ഇവിടെ ക്യാമറയാണ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്, എക്സെപ്ഷണൽ ക്യാമറ ഒന്നും പറയത്തില്ല. സാംസങ്ങിൻ്റെ സിഗ്നേച്ചർ ആയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റി. അത് തന്നെ ഇവരുടെ ക്യാമറയിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. സാച്ചുറേറ്റഡ് ആണ്, കളേഴ്സൊക്കെ അത്യാവശ്യം നാച്ചുറലി സാച്ചുറേറ്റഡ് എന്ന് വേണം എനിക്ക് പറയാൻ. പിന്നെ കോൺട്രാസ്റ്റ് ഒക്കെ പക്കയാണ്. ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ യൂഫൈൻഡറി കാണുന്ന അല്ല പടം, ഫോട്ടോ എടുത്ത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ പ്രോസസ്സ് അപ്പം നിങ്ങൾ ആ ഫോണിൽ കാണുമ്പോൾ ഇച്ചിരി കൂടെ ബെറ്റർ പ്ലസൻ്റ് ഒരു ഇമേജാണ്. എന്നാൽ സ്കിൻ ടോൺസ് ഒക്കെ ഹാൻഡിൽ ചെയ്തവർക്ക് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കാൻ പറ്റും. കറക്റ്റ് പറഞ്ഞാൽ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ സ്കിൻ ടോൺസ് പ്രോപ്പറാണ്, പക്ഷേ ലൈറ്റ് ഇല്ലെങ്കിൽ സ്കിൻ ടോൺസ് ഒട്ടും പ്രോപ്പറല്ല. ക്യാമറാസിൽ പ്രോസസ്സിങ് അത്യാവശ്യം നൈസാണ്. ഇവരുടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പൊക്കെ പ്രോപ്പർലി വർക്ക് ആവുന്നുണ്ട്. ഈ പ്രൈസ് റേഞ്ചിന് എനിക്ക് തോന്നുന്നത് എനിക്ക് അത്യാവശ്യം ഇംപ്രസീവ് ആയിട്ടൊരു ക്യാമറ തോന്നി. കാരണം ഓട്ടോ ഫോക്കസ് ഡെഡ് ഓൺ ആണ്. ഈ മൾട്ടിപ്പിൾ ലെൻസസ് സ്വിച്ച് ചെയ്യുമ്പോഴൊക്കെ വൈറ്റ് ബാലൻസും ടിൻറ്റും ഒക്കെ കറക്റ്റാണ്. ഓൾ അറൗണ്ട് ക്യാമറാസിൽ നിങ്ങൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ഒന്നും ആവത്തില്ല. പോർട്രേറ്റ്സിനകത്ത് എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര നൈസാണ്. സാംസങ്ങിൻ്റെ ടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ പ്രോ ലെവലിൽ കാണുന്ന ആ ഒരു പ്രോസസ്സിങ് ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും സെൻസറിൻ്റെ ലിമിറ്റേഷനൊക്കെ കാരണം കുറച്ചൊക്കെ വർക്കൗട്ട് ആയിട്ടുള്ളൂ. ഓൾ അറൗണ്ട് ക്യാമറ എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് റേഞ്ചിനകത്ത് വെരി ഇംപ്രസീവ് ക്യാമറ തന്നെയാണ്. പക്ഷേ ബെറ്റർ ക്യാമറാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഉണ്ട്. ബട്ട് ഡിപ്പെൻഡിങ് ഓൺ സെനേരിയോസ് എനിക്ക് ഈ ക്യാമറ ഇഷ്ടപ്പെട്ടു. ഈ ക്യാമറയെക്കുറിച്ച് ഒറ്റ വാക്കിലൊരു ടാഗ് ലൈൻ കൊടുക്കണമെങ്കിൽ എനിക്കിങ്ങനെ പറയാം: നല്ല ലിറ്റായിട്ട് നല്ല എക്സ്പോസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബീച്ചിലൊക്കെ പോയി സൺസെറ്റിൻ്റെ പടം എടുക്കുക, അല്ലെങ്കിൽ ടെറസിലൊക്കെ പോയി വേറെ എന്തെങ്കിലും പടം, അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ സൂപ്പറായിട്ട് ബാലൻസ് ചെയ്യും. കിടിലം പ്ലസൻറ്റ് ഇമേജസ് വരും. നൈറ്റ് ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ 4 സെക്കൻഡ് ഷട്ടേഴ്സും കാര്യങ്ങളും സാംസങ്ങിൻ്റെ കോമ്പ്യൂട്ടേഷനും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് തരുന്നൊരു പടം അത്ര ഡൈജസ്റ്റബിൾ അല്ല. പക്ഷേ എന്നാലും കോമ്പറ്റീഷനെക്കാട്ടി ഫാർ നാച്ചുറലി ബെറ്റർ ആയിട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് അടിച്ച് കയറ്റി അങ്ങ് വൃത്തിയേടാക്കുന്ന പരിപാടിനെക്കാട്ടി ഇച്ചിരി കൂടെ നാച്ചുറൽ ഫീലിംഗ് ഉണ്ട് നൈറ്റ് ഫോട്ടോസിനകത്ത്. അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം സാംസങ്ങിന് ഇച്ചിരി കൂടെ വേണേൽ ലൈറ്റും ഷാഡോസും ഒരുപാട് പുൾ ഡൗൺ ചെയ്ത്, പക്ഷേ അവർ ഗ്രെയിൻസ് ഒക്കെ മിനിമൽ ആക്കി ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഗുഡ്. ക്യാമറാസിൻ്റെ വീഡിയോ സെക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോട്ട് ഇംപ്രസ്ഡ് അറ്റ് ഓൾ. ഡിജിറ്റലി പ്രോസസ്ഡ് ആ സ്റ്റഡറിങ്, ഫ്ലിക്കറിങ് ഓഫ് ആ ഒരു സ്റ്റൈൽ ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രീമിയം ഫോൺസിലോ പ്രീമിയം ക്യാമറാസിലോ ഒന്നും കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. 4K ഉണ്ട്, ഓട്ടോ ഫോക്കസ് ഡെഡ് ഓൺ ആണ്. പക്ഷേ എന്നാലും വീഡിയോസ് ഭയങ്കര ഗ്രേറ്റ് അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ വെക്കുക. വീഡിയോസ് ഒരു ആവറേജ് ഒക്കെ ഉള്ളൂ. വീഡിയോസിന് ഉറപ്പായിട്ട് ഈ പ്രൈസ് റേഞ്ചിൽ ബെറ്റർ വീഡിയോ ക്യാമറാസ് നിങ്ങൾക്ക് കിട്ടും. ഓൾ അറൗണ്ട് ക്യാമറാസിന് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. ക്യാമറാസിനെ കാര്യം കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ സോഫ്റ്റ്വെയറാണ്. 4 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഗ്യാരണ്ടീഡ് ആൻഡ് 5 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഗ്യാരണ്ടീഡ്. അതും 1 UI. 1 UIയുടെ 6.1 ഞാൻ ഇതിനകത്ത് ഇച്ചിരി ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. വെരി വെരി ബ്യൂട്ടിഫുൾ സോഫ്റ്റ്വെയർ. പണ്ടൊക്കെ പിക്സൽ എക്സ്പീരിയൻസ് ആയിരുന്നു എപ്പിറ്റം ഓഫ് എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത്. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു 1 UI ഭയങ്കര പോളിഷ്ഡായി വരിക. അവരുടെ ആ ഒരു കോർപ്പറേറ്റ് തീമിങ്ങിനകത്തോട്ടൊക്കെ മാറി വെച്ചിട്ട് ഫൺ തീംസ് ഒക്കെ ആയിട്ട് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് 1 UI. പേഴ്സണലി ഫോർ മീ ഞാനൊരു 1 UI ഫാൻ ബോയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഫോർ എനിബഡി ഈ UI ഉറപ്പായിട്ട് വർക്കൗട്ട് ആവും. സിമ്പിളാണ് യൂസ് ചെയ്യാൻ, ആനിമേഷൻസ് ഒക്കെ പ്രോപ്പറാണ്. ആ 120 Hz എന്തായാലും യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായ ബഗ്സും കാര്യങ്ങളൊന്നുമില്ല. 1-2 ആപ്സ് ഒക്കെ ബ്ലോട്ട്വെയർ ആയിട്ട് വരും, അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. UI ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ക്യാമറയും ഡിസ്പ്ലേ ഒക്കെയാണ് എനിക്ക് ഈ ഫോണിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ്. സോ ഈ ഫോൺ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് ഇച്ചിരി ചിന്തിക്കേണ്ടി വരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഇച്ചിരി ചിന്തിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ വെക്കാൻ തോന്നി. 2 ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങൾ കൊടുക്കുന്ന ഓരോ റുപ്പിക്കും അതിൻ്റെ പ്രൈസ് ടു വാല്യൂ ആക്ഷൻ കിട്ടണം എന്ന് പറഞ്ഞാൽ ഇൻ പേപ്പർ അവർക്ക് കംപ്ലീറ്റ് സ്പെക്സ് വേണം, ഹൈ എൻഡ് ആയിരിക്കണം, അങ്ങനത്തെ ആൾക്കാരുണ്ട്. 2, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് വേണം. പേപ്പറിൽ സ്പെക്സ് ഒന്നും നോക്കാത്തവർക്ക് അവർക്കൊരു നല്ല ബെറ്റർ ഫോൺ വേണമെന്നേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്കാണ് ഞാൻ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ സാംസങ്ങിൻ്റെ 4 years ഓഫ് OS അപ്ഡേറ്റും സാംസങ്ങിൻ്റെ ആ UI ഫീച്ചേഴ്സും സാംസങ് എക്സ്പീരിയൻസ് ചെയ്യാം. അതേപോലെ അത്യാവശ്യം നല്ലൊരു ക്യാമറ സിസ്റ്റം, അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ്, കൂടെ അത്യാവശ്യം എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആൻഡ് കിടിലം ഡിസ്പ്ലേ. ഈ പ്രൈസ് ഇപ്പം കറൻ്റ്ലി 25,000 കിട്ടും. നിങ്ങൾക്ക് ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം. എനിക്ക് മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് വേണേൽ പോയി വിളിക്കുക.
ആ ഒരു പ്രൈസിന് എനിക്ക് തോന്നുന്നു സാംസങ്ങിൻ്റെ ഓഫറിങ് അത്യാവശ്യം നല്ലൊരു ഓഫറിങ്ങാണ്. ഇത് ഭയങ്കരമായിട്ട് അൺനെസസറി ഹെയ്റ്റൊക്കെ എനിക്ക് യൂട്യൂബിൽ കാണാൻ പറ്റി. ഒരുപാട് പേര് പറയും ഇത് സ്കാമൊക്കെയാണ്. നോ, എനിക്ക് അത്ര കുഴപ്പമുള്ള ഡിവൈസ് ഒന്നുമല്ല. ബാങ്ക് ഓഫേഴ്സ് ആ ഒരു പ്രൈസിന് ബാങ്ക് ഓഫേഴ്സും എല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് ഇപ്പോൾ പോയി വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു അത്യാവശ്യം സോളിഡ് ആയിട്ടൊരു സാംസങ്ങിൻ്റെ പാക്കേജ് കിട്ടും. ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ്. പിന്നെ ഏറ്റവും വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോണാണോ ഇതെന്ന് ചോദിക്കുമ്പം എനിക്ക് പറയാം അല്ല. പക്ഷേ നിങ്ങൾക്ക് ഈ പ്രൈസിന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. സോ ദാറ്റ് ഇസ് ഇറ്റ് ഗൈസ്. ഇറ്റ്സ് ശ്രീ ഹിയർ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കമൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.